നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത് സ്വതന്ത്രൻ PV അൻവറിന്റെ രാജിയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദം സൃഷ്ടിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിലൂടെ തന്നെ കോൺഗ്രസ് തിരിച്ചുപിടിക്കാൻ സാധ്യത കൂടുതലാണ്. 2021 തിരഞ്ഞെടുപ്പിൽ UDF-നെ ഞെട്ടിച്ചുകൊണ്ടാണ് LDF-ലായിരുന്ന PV അൻവർ കോൺഗ്രസിലെ VV പ്രകാശിനെ 3000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ടിരുന്ന നിലമ്പൂർ കോൺഗ്രസിന് തിരിച്ചുപിടിക്കണമെന്നാണ് രാഷ്ട്രീയ സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. 2 പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദ് അടക്കിവാണ നിലമ്പൂർ കൈവിട്ടു പോയത് UDF-നേറ്റ കടുത്ത ആഘാതമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് പൊതുരാഷ്ട്രീയ വിലയിരുത്തൽ. പിണറായി വിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിജയനെതിരെ PV അൻവർ ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റും LDF-ന് നിലമ്പൂരിൽ കടുത്ത ആഘാതമുണ്ടാക്കിയത്. അടുത്ത ആഴ്ചയോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്നതോടെ എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് തിരിയും. ഇടത് സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ സർക്കാരിനോടും പാർട്ടിയോടും ഇടഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും സ്ഥാനം രാജിവെക്കുകയും ചെയ്തതിന് പിറകെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ADGP MR അജിത്കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയതിന് പിറകെയാണ് അൻവർ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് MLA സ്ഥാനം രാജിവെച്ചത്. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിറകെ DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് അൻവർ നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്കടക്കം വഴിമരുന്നിട്ടിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ആര്യാടൻ ഷൌക്കത്തിനുള്ള മുൻതൂക്കം മുന്നിൽ കണ്ടാണ് അൻവറിന്റെ കരുനീക്കം. ഈ നീക്കത്തെ UDF അന്ന് തന്നെ തള്ളിക്കളയുകയും ചെയ്തു. നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന CPM ഫോർമുല കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ നീക്കം രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. PV അൻവറിലൂടെ കൈപൊള്ളിയ CPM ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സുരാജിന്റെ പേരടക്കം മുൻതൂക്കത്തിന് മുന്നിലുണ്ട്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൌക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് എന്നിവരെയും CPM പരിഗണിച്ചേക്കും. BJPക്ക് 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമേ നിലമ്പൂർ മണ്ഡലത്തിലുള്ളൂ എന്നിരിക്കെ UDF-ഉം LDF-ഉം തമ്മിലായിരിക്കും അതിശക്തമായ മത്സരം. 2021 LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. നിലവിൽ 3ലും ജയിച്ചത് UDF ആയിരുന്നു. കോൺഗ്രസ് ജയിച്ചതെല്ലാം അവരുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയായിരുന്നു. LDF അവരുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയും നിലനിർത്തി. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് സീറ്റുകൾ UDF-നൊപ്പം തന്നെ നിന്നു. നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF-നും UDF-നും ഒരുപോലെ തന്നെ നിർണായകമായിരിക്കും. ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ വിട്ടു നിൽക്കുമോ എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നാൽ നിലമ്പൂർ സീറ്റിൽ UDF-ന് 10,000-ഓളം വോട്ടുകളുടെ മുൻതൂക്കമുണ്ട്. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറഞ്ഞതെങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യാടൻ ഷൌക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കം തന്നെ വ്യക്തമായിരുന്നു. തന്റെ ബദ്ധശത്രുവായ ആര്യാടൻ ഷൌക്കത്ത് താൻ രാജിവെച്ച ഒഴിവിൽ ജയിച്ച് കയറരുത് എന്നുള്ള ബുദ്ധിയോടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് നിർദ്ദേശിച്ചത്. നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ആര്യാടൻ ഷൌക്കത്തിനുള്ള മുൻതൂക്കം മുന്നിൽ കണ്ടു തന്നെയാണ് അൻവറിന്റെ കരുനീക്കവും. എന്തായാലും മുസ്ലിം ലീഗും കോൺഗ്രസും അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശക്തമായ നീക്കത്തിൽ തന്നെയാണ്. കോൺഗ്രസ് ദേശീയ നേതാവ് KC വേണുഗോപാൽ, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ VS ജോയിക്കുണ്ടെങ്കിൽ പോലും ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിന് തന്നെയാണ് നിലവിൽ മുൻഗണന. അൻവർ ഉയർത്തിയ വന്യജീവി പ്രശ്നങ്ങൾക്ക് മലയോര മേഖലയിൽ വലിയ ജനപിന്തുണ കൂടി ഉണ്ടായെന്നിരിക്കെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി ലീഗിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. ഉപതെരഞ്ഞെടുപ്പിൽ തഴയപ്പെട്ടാൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആര്യാടൻ ഷൌക്കത്ത് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് UDF-ന് ഏറെ നിർണായകമാണ്. ഏറെക്കാലമായി ആര്യാടൻ ചേരിയും ആര്യാടൻ വിരുദ്ധ ചേരിയും നിലമ്പൂരിൽ ശക്തമാണ്. മുസ്ലിം ലീഗുമായും ആര്യാടൻ മുഹമ്മദ് മുൻപ് പല തവണ ഭിന്നിച്ചിട്ടുമുണ്ട്. 30 വർഷത്തോളം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂർ. എന്നാൽ ആര്യാടൻ മുഹമ്മദിലൂടെ UDF ആധിപത്യം സ്ഥാപിച്ച മണ്ഡലം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കൈവിട്ടുപോയി. ആര്യാടൻ വിരമിച്ച ശേഷം ഈ മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞ് PV അൻവറിലൂടെ പോയി. 2016 തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിനെതിരെ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PV അൻവർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. 2021 ശക്തമായ മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും VV പ്രകാശിനെ അൻവർ പരാജയപ്പെടുത്തി. LDF-ൽ M സ്വരാജ് മത്സരിച്ചാൽ ഇലക്ഷനിൽ വീറും വാശിയും കൂടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അൻവറിന്റെ ഇമേജ് അല്ല, മറിച്ച് ഇടത് വോട്ടുകളാണ് തുടച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ CPM-ന് ഈ വിജയം ഏറെ അനിവാര്യവുമാണ്.